ഹേ ഓൾ ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എക്സാംസും പിന്നെ MA-ക്കാരുടെ കുറച്ച് എക്സാംസും കാര്യങ്ങളൊക്കെ നടക്കുന്ന ടൈമാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഫോർ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ തേർഡ് സെംകാർക്കുള്ളൊരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ആണ്. യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് എക്സാമിന് വേണ്ടി മാത്രമുള്ളൊരു ഗൈഡ് പോലെ കണ്ടാൽ മതി. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല, നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ ഇത് ഈ ഒരു ഷോർട്ട് ടൈമിൽ ഇപ്പോൾ 1 വീക്കേ ഉള്ളൂ എക്സാമിന്, എങ്ങനെ 1 വീക്കിൽ ഇത് കവർ ചെയ്യാന്നുള്ളതാണ്. അത്യാവശ്യം ഒരു ആവറേജ് മാർക്സ് സ്കോർ ചെയ്യാന്നുള്ളതാണ്. ജയിക്കാൻ മാത്രമല്ല, ഒരു ആവറേജ് മാർക്സ് എങ്ങനെ സ്കോർ ചെയ്യാന്നുള്ളതായിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ഇപ്പോൾ ലേണിംഗ് മെറ്റീരിയൽ എല്ലാവരുടെയും അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്ക് എന്തായാലും ഓരോ യൂണിറ്റ്സ് നോക്കാം. അപ്പം മെയിൻലി 2 ബ്ലോക്സ് ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. സെക്കൻഡ് വൺ ട്രാൻസാക്ഷണൽ ഓർ ടെക്നിക്കൽ റൈറ്റിംഗ് ആൻഡ് ജോബ്സ് ആൻഡ് കരിയേഴ്സ്. ഫസ്റ്റ് വണ്ണിൽ വരുന്നത് 5 യൂണിറ്റ്സ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് ഇമെയിൽസ്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ, presentation skills, preparation of slides and body language, participating in webinars and live discussions. Next one, telephone conversation, language and proprietary. അപ്പോൾ ബ്ലോക്ക് 2-ൽ വരുന്നത് ഇന്റേണൽ ബിസിനസ് കറസ്പോണ്ടൻസസ്, മെമ്മോ, സർക്കുലർ, നോട്ടീസ്, അജൻഡ. യൂണിറ്റ് 2-ൽ എക്സ്റ്റേണൽ ബിസിനസ് കറസ്പോണ്ടൻസസ്, സെയിൽസ് ലെറ്റേഴ്സ്, പ്രോബ്ലം ലെറ്റേഴ്സ്, ഗുഡ് വിൽ മെസ്സേജ്, അഡ്വർടൈസ്മെൻറ്റ്സ്. നെക്സ്റ്റ് വൺ, പ്രിപ്പയറിംഗ് എ റെസ്യൂമി ആൻഡ് കവർ ലെറ്റർ, ഫേസിംഗ് എൻ ഇൻ്റർവ്യൂ, participating in group discussions, etiquette and language, public speaking, and last our model question paper sets. അപ്പോൾ നമുക്ക് ഓരോ യൂണിറ്റും ഇനി ഒന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. അത് നമ്മുടെ ആശയവിനിമയം ഉണ്ടല്ലോ, ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഘടകങ്ങളും പിന്നെ നമ്മുടെ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ എങ്ങനെയാണ് ടെക്നോളജി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ ടെക്നോളജി ബേസ്ഡ് ആയിട്ട് എന്തൊക്കെ കമ്മ്യൂണിക്കേഷൻ ലെവൽസും കാര്യങ്ങളും ഉണ്ട്, ഇതൊക്കെയാണ് ഈ ഒരു ബ്ലോക്ക് ഹോളായിട്ട് വരുന്നത്. നമുക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ നോക്കാം. ഇതിൽ നമുക്ക് ഓരോ യൂണിറ്റിലും ഇങ്ങനെ കാണാൻ പറ്റും പ്രീ റിക്വസൈറ്റ്സ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകണത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. മേ ബി 1 വേർഡിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഇത് ജസ്റ്റ് ഒന്ന് റഫായിട്ടെങ്കിലും റീഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാൻ സ്റ്റുഡൻസിന് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിത് എന്തായാലും നമ്മുടെ യൂണിറ്റ്സ് എല്ലാം അനലൈസ് ചെയ്യുന്നതിന് മുന്നേ ഈ ടെക്സ്റ്റ് മേ ബി മിക്കവരും ഇപ്പോൾ എക്സാമിന് തലേന്നായിരിക്കും മേ ബി എടുക്കുക, അല്ലെങ്കിൽ 2 ഡേയ്സ് മുന്നേ ആയിരിക്കും. കാര്യം എല്ലാവരും വർക്ക് ചെയ്യുന്നവരും പിന്നെ വേറെ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ടൈം ഉണ്ടാവത്തില്ല. ഞാൻ ബെറ്റർ സജസ്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ദിവസം ഒരു 5 hours മതിയാവും. ഒരു 5 hours ഇൻ്റർവെല്ലിൽ ടെക്സ്റ്റ് ഫുള്ളൊന്ന് വായിക്കാൻ ശ്രദ്ധിക്കും. ബൈഹാർട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ഹോളായിട്ടൊന്ന് വായിക്കുക. എല്ലാ യൂണിറ്റിലും കൂടെ ഒന്ന് നമ്മൾ എങ്ങനെയുള്ളൊരു ഫിക്ഷൻ വായിക്കുന്ന ആ ഒരു ലാഭത്തോടെ വായിച്ചാലും മതി. ജസ്റ്റ് എല്ലാം ഒന്ന് വായിക്കുക, അതെന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. വായിച്ച് ടെക്സ്റ്റുമായിട്ടൊരു പരിചയം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഓരോ യൂണിറ്റ് അനലൈസ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് നോക്കാം. അപ്പോൾ ഇവിടെ ബേസിക്കലി ഫസ്റ്റ് 2 ഫ്രണ്ട്സ് തമ്മിലുള്ള ജസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് എന്താണ് കമ്മ്യൂണിക്കേഷൻ, അതാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അത് മേ ബി 1 വേർഡിന് മേ ബി ചോദിച്ചേക്കാം. കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമ്മളൊക്കെ ഒരുപാട് വേറെയും കോഴ്സസിൽ പഠിച്ചിട്ടുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് ദി എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ 2 or more പീപ്പിൾ. എന്താണ് കമ്മ്യൂണിക്കേഷൻ? 2 ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതെന്തെങ്കിലും ഇൻഫർമേഷൻ ആയിരിക്കാം, ഐഡിയ ആയിരിക്കാം, അതാവും 2 പേര് തമ്മിൽ ഷെയർ ചെയ്യുന്നത്. അത് പല ടൈപ്പ് ഉണ്ട്. മേ ബി 2 പേഴ്സൺസ് തമ്മിലാവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലാകാം. അപ്പോൾ അതിൻ്റെ എയിം എന്ന് പറയുമ്പം എന്താണ്? ടു ഷെയർ അണ്ടർസ്റ്റാൻഡിങ്. അതിൻ്റെ അകത്ത് അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് മെയിൻ എയിം എന്ന് പറയുന്നത്. ഈ മെസ്സേജ് പാസ് ചെയ്യുന്ന ആൾ സെൻഡർ, അത് റിസീവ് ചെയ്യുന്ന ആൾ റിസീവറാണ്. സ്വീകരിക്കുന്ന ആളും പിന്നെ അത് നൽകുന്ന ആളും, അങ്ങനെ 2 പാർട്ടീസാണ് മെയിനായിട്ടും ബേസിക്കലി കമ്മ്യൂണിക്കേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. പിന്നെ അതായത് ഗ്രൂപ്പിൽ വരുമ്പോഴാണ് മൾട്ടിപ്പിൾ പേഴ്സൺസ് വരുന്നത്. പിന്നെ ഈ റിസീവർ ഈ ഒരു മെസ്സേജ് പ്രോപ്പറായിട്ട് ഡീകോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ മിസ്ഇൻറ്റർപ്രിട്ടേഷനും കാര്യങ്ങളും സംഭവിക്കുന്നതാണ്. സോ
മിസ്ഇൻ്റർപ്രിട്ടേഷൻ ക്യാൻ ഒക്കെ ഇഫ് ദ റിസീവർ ഡീകോഡ്സ് എ മെസ്സേജ് ഡിഫറെൻ്റ്ലി ദാൻ ഇൻറ്റൻഡഡ്. അപ്പോൾ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ല റിസീവർ ഡീകോഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു മിസ്ഇൻ്റർപ്രിട്ടേഷനും കാര്യങ്ങളും സംഭവിക്കും. ഇനി പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതും ഒരു സിമ്പിൾ ഒരു ഫുട്ബോൾ സ്റ്റോറിയിലൂടെയാണ് അതും പറയുന്നത്. സംഭവം നമുക്ക് വായിക്കുമ്പോൾ വളരെ ക്രിസ്റ്റൽ ആൻഡ് ക്ലിയർ ആവാനാണ് ഇങ്ങനത്തെ നല്ലൊരു എക്സാമ്പിൾ വെച്ചിട്ട് കൊടുത്തേക്കുന്നത്. അതൊരു ഈ ടെക്സ്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം സിമ്പിളായിട്ട് നമുക്ക് ആർക്കും നല്ല രീതിയിൽ സ്കോർ ചെയ്യാം, ഒരു 8 തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. ആദ്യം വേണ്ടത് നമുക്കിത് പ്രോപ്പർലി അതൊന്ന് ഇരുന്ന് വായിക്കാനും പഠിക്കാനും ഉള്ളൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇതൊരു കമ്മ്യൂണിക്കേഷൻ സൈക്കിളാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് കമ്മ്യൂണിക്കേഷൻ്റെ കുറച്ച് ബേസ് മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ സെൻറ്റർ ഇരിപ്പുണ്ട്, സെൻറ്റർ ഇരുന്നൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാണിക്കുന്നത് നമ്മൾ ജസ്റ്റ് ബേസിക് ടെക്സ്റ്റിംഗ് ആണ്. അപ്പോൾ ആ ഒരു മെസ്സേജ് എൻകോഡഡ് ആയിട്ട് അതിൻ്റെ അകത്ത് മേ ബി നോയ്സ് ഉണ്ടാവും, അതാ മീഡിയ. ഇവിടെ മീഡിയ എന്ന് പറയുമ്പോൾ ആ ഒരു ഫോണിലൂടെയാണ് അവർ അയക്കുന്നത്. അതിലിപ്പോൾ മേ ബി ഇൻസ്റ്റഗ്രാം ആവാം, മെസ്സഞ്ചർ ആവാം, വാട്സപ്പ് ആവാം, ഏതെങ്കിലും ഒരു മീഡിയ ആയിരിക്കും. സോ അത് റിസീവറിലേക്ക് എത്തി ഡീകോഡിങ് സംഭവിക്കുന്നു. ആ ഒരു ഫീഡ്ബാക്ക് ആ ഒരു ചാനലിലൂടെ സെൻറ്ററിലേക്ക് എത്തുന്നു. ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ അതിൽ ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടുണ്ട്, അതപ്പോൾ നമുക്ക് നോക്കാം. സോ ഈ ഒരു 8 സ്റ്റെപ്പ് പ്രോസസ്സിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് സെൻറ്ററാണ്. സെൻറ്റർ എന്ന് പറയുമ്പോൾ ആ ഒരു ആശയവിനിമയം ആരാണോ തുടക്കം ഇടുന്നത് ആ ഒരു വ്യക്തിയാണ് നമ്മൾ സെൻറ്റർ എന്ന് പറയുന്നത്. സെൻറ്റർ ഈസ് ദ പേഴ്സൺ ഇനിഷ്യേറ്റിംഗ് ദ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൺവേയിങ് ദ മെസ്സേജ്. സോ ആരാണോ അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് അവരാണ് സെൻറ്റർ. സോ ഇതിന് മേ ബി ഏതെങ്കിലും ഒരെണ്ണം 1 വേർഡിനോ 2 വേർഡിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ മേ ബി കമ്മ്യൂണിക്കേഷനും ബേസിസും ആയിട്ട് എസ്സേക്ക് ചോദിക്കാനും ചാൻസ് ഉണ്ട്. മേ ബി ഒരു പക്ഷേ ക്വസ്റ്റ്യൻ അത്ര ഈസി ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്കിത് എക്സ്പെക്റ്റ് ചെയ്യാം. സോ സെൻറ്റർ എന്ന് പറയുന്ന ആൾ ആരാണോ കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് അവരാണ് സെൻറ്റർ. എൻകോഡിങ് മീൻസ് നമ്മൾ എന്താണോ അവരുടെ അടുത്ത് ആശയവിനിമയം നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു മെസ്സേജ് ഒരു എൻകോഡഡ് ഫോമിലായിരിക്കും പോകുന്നത്. അതിൻ്റെ അതിപ്പം എന്താ പറയുക, മേ ബി സ്പീച്ച് ആയിരിക്കാം, ചിലപ്പോൾ റൈറ്റിങ്സ് ആയിട്ടായിരിക്കാം, മേ ബി ഒരു ലെറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ബ്ലോഗ് ആയിരിക്കാം, അല്ലെങ്കിൽ വിഷ്വൽസ് വീഡിയോ ആയിരിക്കാം, ഇമേജ് ആയിരിക്കാം, ജെസ്റ്റേഴ്സ് ആയിരിക്കാം. എക്സാമ്പിൾ നമ്മൾ ഇമോജീസ് തന്നെ ഫോണിൽ അയക്കുന്നില്ലേ, അത് തന്നെ ആയിരിക്കാം. സോ അതൊരു എൻകോഡിങ് പ്രോസസ്സാണ്. സോ നമ്മൾ എൻകോഡ് ചെയ്തിട്ടുള്ള മെസ്സേജാണ് നമുക്ക് റിസീവറിനെ അറിയിക്കാനുള്ള വിവരം. നെക്സ്റ്റ് ചാനൽ, നമ്മൾ ഏത് മാധ്യമത്തിൽ കൂടെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് അതിനെയാണ് നമ്മൾ ചാനൽ എന്ന് പറയുന്നത്. ബേസിക്കലി ചാനൽ ഈസ് ദ മീഡിയം ത്രൂ വിച്ച് ദ എൻകോഡഡ് മെസ്സേജ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ദ സെൻഡർ ടു ദ റിസീവർ. സോ ദാറ്റ് മേ ബി ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ഓർ ടെലിഫോൺ, ഇമെയിൽ, TV ആൻഡ് സോഷ്യൽ മീഡിയ ഫോർ കമ്മ്യൂണിക്കേഷൻ. ഇതിലേതും ആയിരിക്കാം അതിനുള്ള മാധ്യമം എന്ന് പറയുന്നത്. ഡീകോഡിങ് നടക്കുന്നത് വെച്ചാൽ ഈ ഒരു മെസ്സേജ് സെൻറ്ററിലെത്തി പിന്നീട് ഡീകോഡിങ് നടക്കുന്നത് ഈ ഒരു സെൻറ്റർ അയച്ച മെസ്സേജ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത മെസ്സേജ് റിസീവറിലെത്തി അദ്ദേഹം അതിൻ്റെ മീനിങ് ഉൾക്കൊള്ളുമ്പോഴാണ് അത് ഡീകോഡിങ് നടക്കുന്നത്. സോ റിസീവർ എന്ന് പറയുന്നത് ആ മെസ്സേജ് നമ്മൾ ആരിലേക്കാണോ അയക്കുന്നത്, അല്ലെങ്കിൽ ഏത് മാധ്യമ വഴി ആർക്ക് വേണ്ടിയിട്ടാണ് അയക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. സോ അവരാണ് റിസീവറായിട്ട് വരുന്നത്. ഫീഡ്ബാക്ക്, അപ്പോൾ ഈ ഒരു മെസ്സേജ് കിട്ടിയതിന് ശേഷം ഒരു റിസീവർ തിരിച്ച് അതിന് കൗണ്ടർ റിപ്ലൈ കൊടുക്കുന്നതാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഒരു റിസീവറിൻ്റെ പ്രതികരണം തന്നെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യം, ഈ ഒരു മെസ്സേജ് അയക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ, ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. നോയ്സ്, അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഹിൻഡ്രൻസ് ആയിട്ട് അത് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ഒരു ഇൻ്റർഫറൻസിൻ്റെ ഇടയ്ക്ക് വരുന്ന ബാരിയേഴ്സാണ് നോയ്സായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതിപ്പം ഏതൊരു ഡിസ്റ്റർബൻസ് ആണെങ്കിലും അതിനെ നമുക്കൊരു ബാരിയറായിട്ട് കൺസിഡർ ചെയ്യാം. സോ ഈ ഒരു 8 സ്റ്റെപ്പ് പ്രോസസ്സാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുള്ളായി എന്ന് പറയാൻ പറ്റുന്നത്.
സോ ഈ ഒരു 8 സ്റ്റെപ്പ് പ്രൊസീജിയറിലൂടെയാണ് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ബേസിക്കലി കംപ്ലീറ്റ് ആവുന്നത്. ഇനി വരുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്പാണ്. വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് വരുന്നത്. സോ അതിൽ ബേസിക്കലി നമ്മൾ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഈ 2 ടേബിൾസാണ്. സോ ഫസ്റ്റ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇത് 2 തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളാണ് ഇതിൽ 2ലും കൊടുത്തേക്കുന്നത്. സോ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്തായാലും വേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ളതാണ്, വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അത് മേ ബി നമ്മൾ വാക്കുകൾ കൊണ്ട് സംസാരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എഴുത്തിലൂടെ ആയിരിക്കാം. നോൺ വെർബലി വരുമ്പോൾ നമ്മൾ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ശരീരഭാഷ, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, മുഖത്തെ എക്സ്പ്രഷൻസ് വെച്ചിട്ട് ജസ്റ്റേഴ്സ്, ആംഗ്യങ്ങൾ, പിന്നെ നമ്മുടെ വോയിസിൻ്റെ ടോൺ, അതായത് പലതരം ശബ്ദങ്ങൾ പ്രകടിപ്പിച്ചിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ, അതാണ് വോയിസ് വരുന്നത്. അതിനകത്ത് നമ്മൾ ബോഡി ലാംഗ്വേജ്, അതായത് നമ്മൾ ഒരാളിപ്പോൾ നമ്മുടെ മുമ്പിൽ അപ്പിയർ ചെയ്യുമ്പോൾ അവരുടെ ശരീരഘടന അനുസരിച്ച് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും അവർ എന്താണ് നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ആംഗ്യങ്ങളായിരിക്കും, മേ ബി ഒരു റോഡ് സൈഡിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളായിരിക്കാം, നമ്മൾ എതിർ സൈഡ് നിൽക്കുന്ന നമ്മളടുത്ത് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, മേ ബി എന്തെങ്കിലും സൈൻസ് വെച്ചിട്ട് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. കൈ വെച്ചൊന്ന് വേവ് ചെയ്യുവാണെങ്കിൽ മേ ബി നമുക്ക് ഹായ് കാണിക്കുന്നതായിരിക്കും. അതെല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രൊസീജിയറാണ്. നെക്സ്റ്റ് വൺ വെർബലിൽ വരുന്നതെന്ന് വെച്ചാൽ അത് ഈസിലി റെക്കോർഡ് ചെയ്യാൻ പറ്റും, ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റായിട്ട്, ഇമെയിലായിട്ട്, അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിങ് ഉണ്ടല്ലോ, വീഡിയോ കോളിങ്. ഇപ്പം ഈ കൊറോണ ടൈമിലൊക്കെ സൂമിലൊക്കെയുള്ള സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എക്സ്റ്റെൻസീവായിട്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷൻ്റെ മെത്തേഡാണ്. സോ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം നമുക്ക് റെക്കോർഡ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റില്ല. കാര്യം ഇത് ആ ഒരു സെക്കൻഡിലുള്ള ഒരു ആംഗ്യത്തിലൂടെ ആയിരിക്കാം ആ ഒരു ആശയവിനിമയം നടക്കുന്നത്. അത് നമുക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഒരിക്കലും അത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ ക്യാൻ കൺവേ ലോട്ട് ഓഫ് സ്പെസിഫിക് ഇൻഫോർമേഷൻ സച്ചസ്, അതായത് നമ്മൾ എഴുത്തിലൂടെയും വാക്കുകളിലൂടെയും ആകുമ്പോൾ നമുക്ക് അധികം കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് അറിവുകളും ഇൻഫർമേഷൻസും ഒരുപാട് നിബന്ധനകളും കാര്യങ്ങളൊക്കെ നൽകാൻ പറ്റും. പിന്നെ നോൺ വെർബൽ ആകുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് ഇമോഷൻസ്, നമ്മുടേതായിട്ടുള്ള അപ്പോഴത്തെ വികാരങ്ങൾ, ദേഷ്യം, സന്തോഷം, സങ്കടം എന്നുള്ള വികാരങ്ങളും ആറ്റിറ്റ്യൂഡ്സ്, ആ ഒരു സാമാന്യമായിട്ടുള്ള ഒരു സ്വഭാവവും, പിന്നെ കുറച്ച് സോഷ്യൽ ജസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഹായ് ബൈ പോലത്തെ സോഷ്യൽ ജസ്റ്റേഴ്സും, പിന്നെ കുറച്ച് നമ്പേഴ്സിൻ്റെ ഇമിറ്റേഷനിലും കാര്യങ്ങളും മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് നമുക്ക് അറിവുകൾ നേടാനും അത് നമുക്ക് സ്വാധീനിക്കാനും ഒക്കെ ഒരുപാട് ഉപകാരപ്പെടും ഈ വാക്ക് തമ്മിലുള്ള കോൺവെർസേഷൻ. നോൺ വെർബലി വരുമ്പോൾ നമുക്കൊരു ട്രസ്റ്റ്, അതായത് വിശ്വാസം സ്ഥാപിക്കാനും, പിന്നെ ഒരു മ്യൂച്വൽ കണക്ഷൻ സ്ഥാപിക്കാനും, ഒരു മെൻ്റൽ കണക്ഷൻ സ്ഥാപിക്കാനും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള വേർഡായിരിക്കും റാപ്പോർട്ട്. പലർക്കും ഒരു പുതിയ വാക്കായിരിക്കും. മീൻസ് ഹാർമോണിയസ് ഫ്രണ്ട്ഷിപ്പ്, ഹാപ്പി ആയിട്ടുള്ള സന്തോഷമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു ബന്ധം എന്നൊക്കെയുള്ളൊരു അർത്ഥമേ അതിനുള്ളൂ. സോ ഈ ഒരു ടേബിൾ റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കാം. മേ ബി 5 മാർക്സിനൊരു ഷോർട്ടസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ മേ ബി ചോദിക്കാം. സോ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. സോ ഇവിടെ നമ്മുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ ഹാൻഡ് മോഷൻസ്, നോഡിങ്, ഷേക്കിംഗ് ദ ഹെഡ്, റൈസിങ് ഐബ്രോസ്, റോളിങ് ദ ഐസ്, ഷ്രഗിങ് ഷോൾഡേഴ്സ്. ഇപ്പോൾ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഷോൾഡർ വെച്ച് ഷ്രഗ് ചെയ്തൊക്കെ കാണിക്കുമല്ലോ, ഷോൾഡർ കുലുക്കി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യും. അതൊരു കമ്മ്യൂണിക്കേഷനാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ അത് അവിടെ ആ ഒരു ഷ്രഗിങ് ഷോൾഡേഴ്സാണ് ആ ഒരു മെസ്സേജായിട്ട് പോകുന്നത്. അപ്പം അത് മനസ്സിലാക്കുന്നതിലൂടെയാണ് അത് ഡീകോഡ് ചെയ്യപ്പെടുന്നത്. ഇവിടെ നമ്മുടെ ടേബിളിൻ്റെ ബാക്കി ഭാഗം കിടപ്പുണ്ട്. അതായത് നമ്മൾ ഈ റിട്ടൺ ഓർ സ്പോക്കൺ ലെവലിൽ നമ്മൾ സെൻഡ് ചെയ്യുന്നൊരു മെസ്സേജ് നമുക്ക് ഈസി ആയിട്ട് അത് എഡിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒരു വിശകലനം ആവശ്യമുണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മുടെ നോൺ ജസ്റ്റേഴ്സ്, നോൺ വെർബലിൽ വരുമ്പോൾ അത് സ്പോണ്ടേനിയസ് ആണ്. മീൻസ് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ്. വളരെ റാപ്പിഡാണ്. മീൻസ് പെട്ടെന്ന് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ട് അതിൽ പിന്നീട് ഒരു തിരുത്തലോ അത് നമുക്ക് കൺട്രോൾ ചെയ്യാനോ അത് റെഗുലേറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അത് റാപ്പിഡായിട്ടുള്ള, അതായത് ലൈവായിട്ട് നടക്കുന്നൊരു കമ്മ്യൂണിക്കേഷനാണ്.
നെക്സ്റ്റ് വൺ ക്യാൻ ബി ഈസിലി ഡിസ്റിസ്പെക്റ്റഡ് ബൈ എക്സ്റ്റേണൽ നോയ്സ്. അതായത് നമ്മൾ സംസാരിക്കുമ്പോഴോ ഇപ്പോൾ കുറച്ച് നമ്മളൊരു പബ്ലിക്കിലാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടുത്തെ എക്സ്റ്റേണൽ നോയ്സൊക്കെ നമുക്ക് ആ ഒരു വാക്കുകൾ കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു തടസ്സമായി മാറിയേക്കാം. നെക്സ്റ്റ് വൺ ക്യാൻ കണ്ടിന്യൂ ടു കമ്മ്യൂണിക്കേറ്റ് ഈവൻ വിത്തൗട്ട് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നോയ്സി ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലാണെങ്കിലും ഒരുപാട് ശബ്ദ മലിനീകരണം ഉള്ള സ്ഥലത്താണെങ്കിലും നമുക്കത് ആ ഒരു ആംഗ്യങ്ങൾ വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ അത് നമുക്ക് ഫോണിലൂടെ വീഡിയോ കോൾസിലൂടെ ഡെലിവർ ചെയ്യാൻ സാധിക്കും. ക്യാൻ ബി ഹിൻഡേർഡ് ബൈ ടെക്നോളജിക്കൽ ലിമിറ്റേഷൻ. അതായത് ഈ ടെക്നോളജിയുടെ ലിമിറ്റേഷൻസ് വെച്ചിട്ട് നമുക്കത് സാധിക്കില്ല. കാര്യം ഫിസിക്കൽ പ്രസൻസ് ഇല്ലല്ലോ. നമ്മളിപ്പം ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് അത് വിനിമയം നടത്താൻ സാധിക്കുന്നതിൽ ചില കാര്യങ്ങൾ, ശരീരഘടനയും കാര്യങ്ങളൊന്നും നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ബേസിൽ വരുമ്പോൾ അവിടെ ഒരു തടസ്സം സൃഷ്ടിക്കും. നെക്സ്റ്റ് വൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒന്നെങ്കിൽ ഫോർമൽ ആവാം, ഇൻഫോർമൽ ആവാം. ആ ഒരു സാഹചര്യം അനുസരിച്ച് മേ ബി അതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കേസിലാവാം, അല്ലെങ്കിൽ ഇതൊരു ഒഫീഷ്യൽ ടൈപ്പ് ആകാം. രണ്ട് ടൈപ്പ് ആവാം. നെക്സ്റ്റ് വൺ ക്യാൻ ബി സ്പോണ്ടേനിയസ് ആൻഡ് ഇൻഫോർമൽ, ഓഫൺ ജെനുവിൻ ഇമോഷൻസ് ആൻഡ് റിയാക്ഷൻ. അത് ഇൻഫോർമലാണ്, പിന്നെ തുടർച്ചയായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. നെക്സ്റ്റ് വൺ ക്യാൻ ഇൻവോൾവ് ഇൻട്രാക്റ്റീവ് ഡയലോഗ് ആൻഡ് ക്വസ്റ്റനിങ് ഫോർ ക്ലാരിഫിക്കേഷൻ ഓർ ഫീഡ്ബാക്ക്. അതായത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത് കൊണ്ട് ഇതിൽ നമുക്ക് ഇൻട്രാക്റ്റീവ്, അതായത് ഒരു പരസ്പരമുള്ള ഒരു തുടർച്ചയായിട്ടുള്ളൊരു വിനിമയത്തിൻ്റെ ഒരു സെഷനായിട്ട് അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. നെക്സ്റ്റ് വൺ അതിനകത്ത് നോൺ വെർബൽ റെസ്പോൺസ് ആവും ഉണ്ടാവുക. തിരിച്ചും നമ്മൾ അങ്ങനെയുള്ള ആംഗ്യങ്ങളിലൂടെ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ടിപ്പിക്കലി ലേൺഡ് ത്രൂ ഫോർമൽ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ഓർ പ്രാക്ടീസ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ മെയിനായിട്ടും ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെയും ആ ഒരു ട്രെയിനിങ്ങിലൂടെയും പരിശീലനത്തിലൂടെയാണ് നമ്മളത് ആർജിച്ചെടുക്കുന്നത്. നോൺ വെർബൽ വരുമ്പോൾ നമ്മളത് ഒബ്സർവേഷൻ, നമ്മളത് വളരെയധികം ശ്രദ്ധിച്ചും പിന്നെ പരീക്ഷണങ്ങളിലൂടെയും നമ്മുടെ ആ ഒരു കൾച്ചറിൻ്റെ ബേസിലായിരിക്കും അത് ഉണ്ടാവുന്നത്. കാര്യം പലതരം ജസ്റ്റേഴ്സ് ഉണ്ടല്ലോ. ചില ആംഗ്യങ്ങൾ നമ്മുടെ കൾച്ചർ, നമ്മുടെ സംസ്കാരത്തിന് എതിരായിട്ടുള്ളതായിരിക്കും. ചിലത് നമ്മുടെ സംസ്കാരത്തിന് അനുകൂലിക്കുന്നതായിരിക്കും. ചിലരപ്പം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നെഗറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ സംസ്കാരത്തിന് എതിരായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഇതിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇത്രയും പോയിൻറ്റ്സ് നോക്കി വെക്കാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും നോക്കി വയ്ക്കാൻ ശ്രമിക്കുക. സോ ഇനി പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. അതായത് നമ്മൾ എന്തിലൂടെയാണോ ഒരു കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ആ ഒരു ചാനൽ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മീഡിയ, ആ ഒരു മീഡിയം ഉണ്ടല്ലോ, അതാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ. പിന്നെ ഇവിടെ കൊടുത്തേക്കുന്നത് വെച്ചാൽ ജസ്റ്റ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈസി ഒരു സ്റ്റോറി മെത്തേഡിൽ കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഏതൊരു മാധ്യമത്തിലൂടെയാണ് പോകുന്നത് അതാണ് കമ്മ്യൂണിക്കേഷൻ ചാനലായിട്ട് വരുന്നത്. സോ അത് പല ടൈപ്പ് ഉണ്ട്. നമ്മുടെ സെൻസസ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു ഇമോഷൻസിനെ പല ടൈപ്പിലാണല്ലോ. ഒന്ന് ഓഡിറ്ററി, കേൾവി കൊണ്ടുള്ള, വിഷ്വൽ, നമ്മൾ നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നത്. പിന്നെ ടാക്ടൈൽ, നമ്മളെ ടച്ച്, നമ്മുടെ സ്പർശനത്തിലൂടെയുള്ള വികാരം. പിന്നെ ഓൾഫാക്ടറി മീൻസ് സ്മെല്ല്, നമ്മുടെ മണത്തിലൂടെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ. അപ്പം ഇതൊക്കെയാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സെൻസസ്. ഇപ്പോൾ ടൈപ്സ് വരുന്നത് ഒന്ന് ഫേസ് ടു ഫേസ്, നേരിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അത് നേരിട്ടാകുമ്പോൾ ഒരു ടച്ചിൻ്റെ ആ ഒരു സെൻസ് വരുന്നുണ്ട്. ഓഡിറ്ററി, വിഷ്വൽ, ഓൾഫാക്ടറി എല്ലാം നമുക്ക് നേരിട്ടറിയാൻ പറ്റും. പിന്നെ ടെലിഫോൺ, വീഡിയോ കോൺഫറൻസിങ്, ഇമെയിൽസ്, ടെലിവിഷൻ, ബ്രോഡ്കാസ്റ്റ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, റിട്ടേൺ ലെറ്റേഴ്സ് ഓർ റിപ്പോർട്ട്സ്, ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ്റെ മീഡിയ ആണ്. ഇപ്പം നമുക്ക് ഒരു ന്യൂസ് പേപ്പർ കിട്ടുമ്പോഴും അതും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ മാധ്യമമാണ്. ഇപ്പോൾ ചാനൽസ് മേ ബി വെർബലാവും അല്ലെങ്കിൽ നോൺ വെർബലാവും. ഒന്ന് വേർഡ്സ് ലാംഗ്വേജൊക്കെ യൂസ് ചെയ്തിട്ടാണ് റിപ്പോർട്ട്സ്, ന്യൂസ് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. നോൺ വെർബലാവും കംപ്ലീറ്റ്ലി നമ്മുടെ ബോഡി ലാംഗ്വേജും ജസ്റ്റേഴ്സ്. ഈ നോൺ വെർബൽ എന്ന് കേൾക്കുമ്പോഴേ നമ്മളവിടെ ബോഡി ലാംഗ്വേജ്, ജസ്റ്റേഴ്സ് ഇതാണ് ഓർക്കേണ്ടത്. നമ്മളൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു വിജയകരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ നല്ല ഒരു മാധ്യമം വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഒരാളെ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഇൻഫർമേഷൻ ഒരിക്കലും ക്ലിയർ ആവില്ല. അതുപോലെ തന്നെ നമ്മൾ അത്രയും എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി നല്ലൊരു മാധ്യമമായിരിക്കണം സെലക്ട് ചെയ്യേണ്ടുള്ളത്. ഫിൽറ്ററിങ്, ക്ലാരിഫയിങ് ഓർ ഡിസ്റ്റോർട്ടിങ് ദ മെസ്സേജ് ഡ്യൂറിങ് ട്രാൻസ്മിഷൻ. അതായത് ഇതിനെ തരംതിരിക്കാനും ഇത് വ്യക്തമാക്കാനും ഇതിനെ ഡീകോഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു മീഡിയം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്.
സോ ആ ഒരു സ്പീഡും റീച്ചും ആക്സസിബിലിറ്റിയും എല്ലാം മാധ്യമങ്ങളെ അനുസരിച്ചിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ലെറ്റർ അയക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും ഫ്യൂ ഡേയ്സ് എടുത്തിട്ടായിരിക്കും ആ റിസീവറിൻ്റെ കയ്യിൽ കിട്ടുന്നത്. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ ഒരു റാപ്പിഡായിട്ടൊരു മെസ്സേജ് ആണെങ്കിൽ വിത്തിൻ ക്ലിക്കിൽ തന്നെ ആ ഒരു റിസീവറിൻ്റെ കയ്യിൽ എത്തും. അതാണ് നമ്മൾ മീഡിയം ചൂസിൻ്റെ ഒരു ഡിഫറൻസ് പറഞ്ഞത്. സോ മൾട്ടിപ്പിൾ ചാനൽസ് ഒരുപോലെ ഉപേക്ഷിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താം. നമ്മുടെ ഈ ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ആണെങ്കിലും പല 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 ചാനലിലേക്കായിരിക്കും ബ്രോഡ്കാസ്റ്റിംഗ് പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മാരേജ് തന്നെ നടക്കുന്നത്, അത് നമ്മളിപ്പോൾ ക്യാപ്ചർ ചെയ്യുവാണ്. അത് അറ്റ് എ ടൈം ഒരുപാട് മീഡിയയിൽ നമ്മളിപ്പോൾ ലൈവ് പോവുകയാണ്. അപ്പോൾ അത് മൾട്ടിപ്പിൾ കമ്മ്യൂണിക്കേഷനാണ്. കാര്യം ഒരേ സമയത്ത് തന്നെ പല പല മീഡിയസിൽ നമ്മളത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. സോ അതാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഓഡിയൻസ് അനാലിസിസ് ആണ് വരുന്നത്. അതിൽ നമ്മുടെ 1947 ഐക്കോണിക് സ്പീച്ച്, നമ്മുടെ ജവഹർലാൽ നെഹ്റു നൽകിയ ഐക്കോണിക് സ്പീച്ച്, അത് നമ്മളൊരു ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. സോ അതിൻ്റെ തന്നെ ഭാഗമായിട്ട് വരുന്ന 1947 ഓഗസ്റ്റ് 15 നടത്തിയ സ്പീച്ചാണ് ഇതിൽ വരുന്നത്. വേറെ നമ്മൾ മിഡ് നൈറ്റിൽ നടത്തിയ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ നമുക്ക് ഓഡിയൻസ് അനാലിസിസ് നോക്കാം. സോ ഇവിടെ ആ ഒരു മിഡ് നൈറ്റിലെ ഇൻഡിപെൻഡൻസ് ഈവിലുള്ള സ്പീച്ചിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കുറച്ച് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. മേ ബി സ്പീച്ചിൻ്റെ ഭാഗത്തു നിന്നൊന്നും ചോദിക്കില്ല. ഇത് നമുക്ക് ഓഡിയൻസ്, നമ്മൾ ആരോടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഓഡിയൻസിൻ്റെ ക്യാരക്ടറും ആറ്റിറ്റ്യൂഡും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. നെഹ്റു ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ എല്ലാ ഓഡിയൻസിനെയും കണക്കിലെടുത്തിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അതായത് ആ ഒരു ഇൻഡിപെൻഡൻസ് ഈവിൽ ഒരുപാട് സന്തോഷം ഉണ്ടെങ്കിലും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ആ രക്തസാക്ഷികളായ ആളുകളെ എല്ലാവരെയും കുറിച്ച് നെഹ്റു ഓർത്തിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ അവിടെ കൂടി ചേർന്നിരിക്കുന്ന മെയിനായിട്ടും നെഹ്റു അവിടെ നോട്ടീസ് ചെയ്ത അവരുടെ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ഫാമേഴ്സ്, ലേബറേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് പ്രൊഫഷണൽസ്, ഈ ഇത്രയും ഓഡിയൻസിനെ കൺസിഡർ ചെയ്തിട്ടാണ് ആ ഒരു സ്പീച്ചും കാര്യങ്ങളും അവിടെ നടത്തിയിട്ടുള്ളത്. പിന്നെ അവിടുത്തെ ഡിഫറെൻറ്റ് റിലീജിയൻസിൽ വരുന്ന ആൾക്കാരുണ്ട്, ഹിന്ദുസ്, മുസ്ലിം, സിഖ്സ് ആൻഡ് ക്രിസ്ത്യാനിറ്റി. സോ ആ ഒരു യൂണിറ്റി എന്തായാലും നടപ്പിലാക്കണം. സോ ഇവരെ എല്ലാവരും മുൻനിർത്തിക്കൊണ്ടേ ആ ഒരു സ്പീച്ച് നെഹ്റുവിന് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവരെ ഇത്രയും ഓഡിയൻസിന് അദ്ദേഹം അവരുടെ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തിട്ടാണ് ആ ഒരു സ്പീച്ച് നടത്തിയത്. പിന്നെ അത്രയും എനർജറ്റിക് ആയിട്ടാണ് നെഹ്റു ആ ഒരു സ്പീച്ച് നടത്തിയിരിക്കുന്നത്. അത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു സ്പീച്ചാണ്. സോ ഇതിൽ സിമ്പിളി പറയുന്ന നമ്മൾ ഒരു ഓഡിയൻസിനെ അനാലിസിസ് ചെയ്യുന്നത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള വേയിൽ ഡെലിവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓഡിയൻസിൻ്റെ ഡെമോഗ്രഫിക് ക്യാരക്ടറിസ്റ്റിക്സും പിന്നെ ഏജ്, ജെൻഡർ, എത്നിസിറ്റി, എഡ്യൂക്കേഷൻ ലെവൽ, പ്രൊഫഷൻ. ഇപ്പോൾ ഒരു കുറച്ച് ഫാർമേഴ്സിനെ ഇരുത്തിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം അവരുടെ എഡ്യൂക്കേഷൻ ലെവൽ അത്രയേ ഉള്ളൂ. സോ നമ്മളൊരു സ്പീച്ച് നടത്തുമ്പോൾ എന്തായാലും അത് നമ്മൾ കണക്കിലെടുക്കണം. സോ അതിനുള്ള കീ പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓഡിയൻസ് അനാലിസിസ് ചെയ്യുമ്പോൾ ഫസ്റ്റ്, വാട്ട് കീ പോയിന്റ്സ് നീഡ് എക്സ്പ്ലനേഷൻ വേഴ്സസ് ക്യാൻ ബി അസ്യൂംഡ് ആസ് ഫെമിലിയർ. വാട്ട്, ടോൺ ആൻഡ് ലാംഗ്വേജ്, അതായത് എന്തൊക്കെ കീ പോയിൻ്റാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ആ ഒരു സംസാരത്തിൻ്റെ രീതിയും ശൈലിയും, പിന്നെ ആ ഒരു എന്ത് ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്, പിന്നെ എന്ത് കമ്മ്യൂണിക്കേഷൻ ചാനലാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്, അതായത് ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ സ്വീകാര്യമായിട്ടുള്ള ഏത് ചാനലാണെന്നുള്ളത്, പിന്നെ ഹൗ ക്യാൻ ദ ഇൻഫോർമേഷൻ ബി മെയ്ഡ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് റിലവൻറ്റ്, എങ്ങനെ ആ ഒരു ഇൻഫോർമേഷൻ കൂടുതലും വിജയകരമായിട്ട് നടത്താം, അല്ലെങ്കിൽ എങ്ങനെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നുള്ളതാണ്. പിന്നെ വാട്ട് ഒബ്ജക്ഷൻ മൈറ്റ് ബി ഓഡിയൻസ് ഹാവ്, എന്തൊക്കെ ആയിരിക്കും എതിരായിട്ട്, അതായത് ഓഡിയൻസ് റേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ആയിരിക്കാം, അതൊക്കെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാന്നുള്ള കാര്യം കൂടെ നമ്മൾ കണക്കിലെടുക്കണം. അതെല്ലാമാണ് കൊടുത്തേക്കുന്നത്. സോ ഇത് ഇത്ര നമ്മൾ കണക്കിലെടുത്താൽ നമുക്ക് ഓഡിയൻസിൻ്റെ ആ ഒരു നേച്ചറും കാര്യങ്ങളും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. നെക്സ്റ്റ് ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷനാണ്. സോ പീക്കോ അയ്യർ ഈസ് എ ബ്രിട്ടീഷ് ബോൺ റിനൗണ്ട് ക്രോസ് കൾച്ചറൽ റൈറ്റർ. സോ ഒരു വേറെ കൾച്ചറിൽ വരുന്ന പുള്ളിക്കാരനാണ് പീക്കോ അയ്യർ എന്ന് പറയുന്നൊരു വ്യക്തി. സോ അദ്ദേഹം കാലിഫോർണിയയിലാണ് ഓവർ 30 years ജീവിച്ചത് ആൻഡ് ജപ്പാനിലും ഉണ്ടായിരുന്നു. സോ വെറൈറ്റി ഓഫ് കൾച്ചേഴ്സാണ് പുള്ളിക്കാരനുള്ളത്. എന്നിരുന്നാൽ പോലും പുള്ളിക്കാരൻ ഒരു കാലിഫോർണിയക്കാരനായതുകൊണ്ട് ജപ്പാനിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. ഈ ഒരു കുറച്ച് ഭാഗം മൊത്തം ആ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചാണ്. പിന്നെ ഇവിടെ പറയുന്നത് ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷനാണ്. ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു എക്സ്ചേഞ്ചിങ് ഐഡിയാസ്, ഇൻഫർമേഷൻ ആൻഡ് മീനിങ്സ് ബിറ്റ്വീൻ പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ്. അതായത് വ്യത്യസ്തമായിട്ടുള്ള
സാംസ്കാരിക തലങ്ങളുള്ളവർ തമ്മിലുള്ള ഒരു ആശയവിനിമയമാണ് ഇന്ത്യ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അന്തർ ദേശീയമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം മേ ബി ഡിഫറെൻറ്റ് നേഷൻസ് തമ്മിലുള്ളതായിരിക്കും, വ്യത്യസ്തമായിട്ടുള്ള കൾച്ചർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളാണ്. ഇവിടെ പീക്കോ അയ്യറിൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ കാലിഫോർണിയയിലായിരുന്നു ഒരു 30 years ഓൾമോസ്റ്റ്. പിന്നെ ജപ്പാനിലോട്ട് വരുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ട് കൊടുത്തിട്ടുണ്ട്. കാര്യം അയാൾ ലാംഗ്വേജും കാര്യങ്ങളും അറിയാത്തതുകൊണ്ട് മിക്ക ഒരു കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാനും ഡിസഗ്രിമെൻറ്റ്സ് എക്സ്പ്രസ് ചെയ്യാനും പറ്റാതെ ഒരുപാടൊരു സൈലൻറ്റ് ലിസണറായിട്ട് പുള്ളിക്കാരൻ ഇരുന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യൂസും നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെ പുള്ളിക്കാരൻ എക്സിബിറ്റ് ചെയ്ത് അവരുമായിട്ടൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുവന്ന് പിന്നീട് ഗ്രാജുവലി അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ പോയിട്ടൊരു ഗ്ലോബൽ കണക്ഷനാണ് ഉണ്ടാക്കിയത്. അതായത് ഒരു ഇന്ത്യ കൾച്ചറൽ അംബാസിഡറായിട്ട് അദ്ദേഹം മാറുകയാണ് ചെയ്തിരിക്കുന്നത്. സോ അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇതിൽ മെയിനായിട്ടും. സോ മെയിനായിട്ട് ഇതിൽ നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ്, പല പല നേഷൻസിൽ നിന്നുള്ള ആൾക്കാർ തമ്മിലുള്ള കോൺവെർസേഷൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. സോ വ്യത്യസ്തമായിട്ടുള്ള കൺട്രീസിലുള്ളവർക്ക് എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളായിരിക്കും. നമ്മുടെ കേരളത്തിലുള്ള ക്യാരക്ടർ ആയിരിക്കത്തില്ല ആഫ്രിക്കയിലുള്ളവർ. സോ ഓരോ സ്ഥലത്തും ഓരോരോ ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ അതെല്ലാം ആ ബൗണ്ടറീസ് എല്ലാം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ആശയവിനിമയം തന്നെയാണ് ഇൻ്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. അതിൽ പല പല ഡിഫറൻസ് വരാം സ്വഭാവങ്ങളിൽ, പിന്നെ അവരുടെ വാല്യൂസിൽ, അവരുടെ ഭാഷയിലും എല്ലാം എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ പിന്നെ നമ്മുടെ ചില വാക്കുകൾ മേ ബി ഇവിടുത്തെ തന്നെ പല സംസാരങ്ങളും തമിഴ്നാട്ടിലൊക്കെ വേറെ മീനിങ് ആണ്. സോ മേ ബി അടികിട്ടാൻ ചാൻസ് ഉള്ള സംസാരങ്ങളൊക്കെ ആയിരിക്കും, അങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ ഉള്ളതുണ്ട്. സോ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ആശയവിനിമയമാണ് ഇന്ത്യ കൾച്ചറിൽ വരുന്നത്. അതാണ് അവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. പിന്നെ ഇൻക്ലൂസീവ് ലാംഗ്വേജ് ആണ് നെക്സ്റ്റ് വരുന്നത്. സോ ഇൻക്ലൂസീവ് ലാംഗ്വേജ് ആ ഒരു വേർഡ് സജസ്റ്റ് ചെയ്തിട്ട് പോലെ ഇൻക്ലൂഡ് അതായത് ഉൾക്കൊള്ളിച്ച് കൊണ്ടുള്ള ഒരു ഭാഷയാണ് ഇൻക്ലൂസീവ് ലാംഗ്വേജ്. അത് നമ്മൾ മെയിൻലി എപ്പോഴും ഓർത്തിരിക്കുക. കാര്യം എക്സ്ക്ലൂസീവ് ലാംഗ്വേജിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ ചെയർമാൻ ടോൾഡ് ഓൾ ദ ക്ലീനിങ് സ്റ്റാഫ്സ് ടു ടൈഡി അപ്പ് ദ റൂം ബിഫോർ ദ ബിസിനസ്മാൻ അറൈവ്ഡ്. ആൻഡ് ഇവിടെ ഇൻക്ലൂസീവ് മോഡൽ കൊടുത്തിട്ടുണ്ട്. ദ ചെയർ ടോൾഡ് ദ ക്ലീനിങ് സ്റ്റാഫ് ടു ടൈഡി അപ്പ് ദ കോൺഫറൻസ് റൂം ബിഫോർ ദ അറ്റൻഡീസ് അറൈവ്ഡ്. സോ ഇവിടെയുള്ള എക്സാമ്പിൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് ഇവിടെ ചെയർമാൻ, ക്ലീനിങ് ലേഡീസ്, ബിസിനസ്മെൻ എന്ന് യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. പകരം ഇവിടെ ചെയർ, പിന്നെ ക്ലീനിങ് സ്റ്റാഫ്, അറ്റൻഡീസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ജെൻഡർ ഏതാണെന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടാണ് ഈ ഒരു എക്സ്ക്ലൂസീവിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു ചെയർമാൻ എന്ന് പറയുമ്പോൾ അവിടെ വിമനെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ അതുകൊണ്ട് ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ടേംസ്, ജെൻഡർ ന്യൂട്രൽ മീൻസ് നമ്മൾ ഒരു ജെൻഡറിനെ പ്രതിപാദിക്കാത്ത തരത്തിലുള്ള വാക്കുകളാണ് ജെൻഡർ ന്യൂട്രൽ ടോൺസ് എന്ന് പറയുന്നത്. അതായത് ആണോ പെണ്ണോ എന്നുള്ളൊരു വ്യത്യാസം അവിടെ നമ്മൾ പ്രതിപാദിക്കുന്നില്ല. കോമൺ ആയിട്ട് പറയാണ് ചെയർമാന് പകരം ചെയർ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ബിസിനസ്മാൻ റീപ്ലേസ് ചെയ്തിട്ട് അറ്റൻഡീസ്. സോ അവിടെ യാതൊരു തരത്തിലുള്ള ഒരു ചേഞ്ചും വരുന്നില്ല. സോ ആ ഒരു ന്യൂട്രൽ ടേംസ് യൂസ് ചെയ്തിട്ട് ആ ഒരു മെസ്സേജ് നമ്മൾ ആ ഒരു ലാംഗ്വേജിലൂടെ എക്സിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇൻക്ലൂസീവ് ലാംഗ്വേജ് റെഫേഴ്സ് ടു വേർഡ്സ് ആൻഡ് ഫ്രേസസ് ദാറ്റ് എയിം ടു അവോയ്ഡ് എക്സ്ക്ലൂഡിങ് പർട്ടിക്കുലർ ഗ്രൂപ്പ്സ് ഓർ മേക്കിംഗ് അസംഷൻസ് അബൌട്ട് പീപ്പിൾസ് ഐഡൻറ്റിറ്റീസ്. അതായത് പീപ്പിൾസിൻ്റെ ഐഡൻറ്റിറ്റീസിനെ നമ്മൾ വേർതിരിക്കാതെ അത്രയും വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ കോമൺ ആയിട്ടുള്ള ഫ്രേസസ് യൂസ് ചെയ്യുവാണ്. അവിടെ നമ്മളൊരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെയും അവോയ്ഡ് ചെയ്യുന്നില്ല. കാര്യം രണ്ട് ക്ലാസ്സിനെയും ചേർത്ത് കോമൺ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ചെയർ എന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ചെയർ മെൻ വുമൻ എന്നുള്ളൊരു ഡിഫറൻസ് ഇല്ലാതെ ചെയർ എന്നുള്ളൊരു യൂസാണ്. അതേപോലെ ബിസിനസ് വുമൻ മെൻ എന്നുള്ളൊരു യൂസേജ് വരാതെ അറ്റൻഡീസ് എന്നാണ് യൂസ് ചെയ്യുന്നത്. സോ അതാണ് സിംപ്ലി അതിൻ്റെ അർത്ഥം വരുന്നത്. ഇവിടെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. Gender neutral terms like staff or employees rather than workmen or salesmen. Sales girls എന്നതിന് പകരം സ്റ്റാഫ്, എംപ്ലോയീസ് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടുത്തെ ഹീ, ഹിം, ഹിസ് എന്നുള്ള പ്രോനൗൺസ് ഉണ്ടല്ലോ, അത് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു യൂസേജ് ആണ്. സോ അങ്ങനെയാണ്. പകരം നമ്മൾ ദേ, ദം ആ ഒരു കളക്റ്റീവായിട്ട് അത് യൂസ് ചെയ്യുവാണ്, ഒരു സിംഗുലർ പ്രോനൗൺ ആയിട്ട്. നെക്സ്റ്റ് അവോയ്ഡിങ് അപ്ലൈസ് ലാംഗ്വേജ്. ഡിസ്ക്രിമിനേറ്റിംഗ്. ഇപ്പം നോൺ ഡിസേബിൾഡ് ആയിട്ടുള്ള പീപ്പിൾസ് തന്നെ കാണുമല്ലോ, ഡെഫ് ആയിട്ടുള്ള ആൾക്കാർ. സോ അവരെല്ലാവരും
നമ്മളൊരു മാർജിനലൈസേഷൻ ഇല്ലാത്ത രീതിയിലുള്ള ലാംഗ്വേജും അതിൽ പെടും. യൂസിങ് ഐഡൻറ്റിറ്റി ഫസ്റ്റ് ലാംഗ്വേജ് ലൈക്ക് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി രാദർ ദാൻ ഡിസേബിൾഡ് പേഴ്സൺ. അപ്പോൾ നമ്മൾ ഡിസേബിൾഡ് പേഴ്സൺ, അതായത് വികലാംഗൻ എന്നൊക്കെ വിളിക്കുന്നതിന് പകരം ഒരു കുറവുള്ളൊരു വ്യക്തി എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? സോ അതാണ് ഇതിനകത്ത് വരുന്ന ഡിഫറൻസ്. പേഴ്സൺ വിത്ത് എ ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ കേൾക്കുന്നവർക്കും ഒരു ഉപകാരമായിരിക്കും. സോ അതാണ് ഇൻക്ലൂസീവ് ലാംഗ്വേജിൽ വരുന്ന നെക്സ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് വൺ, അവോയ്ഡിങ് എത്നിക്, റേഷ്യൽ ഓർ കൾച്ചറൽ സ്റ്റീരിയോ ടൈപ്സ്. അതായത് നമ്മുടെ ജാതി മത ഭേദമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, സോ ജാതി മത ഭേദമായിട്ടുള്ള ഉപയോഗം കൂടെയാണ്. സോ പിന്നെ ഇവിടെയുള്ള യൂസേജ് ഗിഫ്റ്റ്, ഇന്ത്യൻ ഗിവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് ശരിക്കും ഒരു ഒഫെൻസീവ് ആയിട്ടുള്ള വേർഡാണ്. നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ജിപ്സി ടൈപ്പ് ആയിട്ടുള്ള വേർഡാണ് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. സോ ഇത് കൾച്ചറലി ഒരു ഇൻസെൻസിറ്റീവ് ആൻഡ് ഡെറിഗേറ്ററി ആയിട്ടുള്ള യൂസേജ് ആണ് ഗിഫ്റ്റ് ആൻഡ് ഇന്ത്യൻ ഗിവർ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. ഇന്ത്യൻ ഗിവർ മീൻസ് നമ്മൾ ഹിസ്റ്റോറിക്കലി ഉള്ളൊരു വേർഡാണ്. മീൻസ് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് തിരിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കൻസ് ആണെങ്കിലും ആ ഒരു വേർഡ് കൺസിഡർ ചെയ്തിട്ട് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള മീനിങ് ആണ്. സോ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്കാംഡ് ആയിട്ടുള്ളൊരു മീനിങ് ആണ്, ഡീഫ്രോഡ്, നമ്മൾ പറ്റിക്കപ്പെട്ടു, നമ്മൾ ചതിച്ചു എന്നൊക്കെ പറയുന്ന വാക്കാണ്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള യൂസേജ് ആണ്. സോ അതിന് പകരം നമുക്ക് സ്കാംഡ് അങ്ങനെയുള്ള വേർഡ്സ് യൂസ് ചെയ്യാം. സോ നമ്മൾ സീനിയേഴ്സ്, എൽഡേഴ്സ് എന്ന് യൂസ് ചെയ്യുന്നതിന് പകരം ഓൾഡർ അഡൾട്ട്സ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. അത് ഇൻക്ലൂസീവ് ആണ്, ഓൾഡർ അഡൾട്ട്സ് ഇൻക്ലൂസീവ് ആയിട്ട് വരും. പിന്നെ ഹോംലെസ്, ദി ഹോംലെസ് എന്നൊക്കെയുള്ള വേർഡ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. സോ അതൊക്കെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. ബിക്കോസ് നമ്മൾ അത്രയും സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ, അബാൻഡൻഡ് ആയിട്ടുള്ള പീപ്പിൾസിനെ നോട്ട് ചെയ്യുന്ന വേർഡ്സ് ആണ്. സോ ഇങ്ങനെയുള്ള ഭാഷകൾ നമ്മൾ ഇൻക്ലൂസീവ് ലാംഗ്വേജിൽ അവോയ്ഡ് ചെയ്യണം എന്നാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. സോ നമ്മൾ അതായത് ജനറലൈസ് ചെയ്ത് ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അസ്യൂം ചെയ്യുന്ന രീതി നിർത്തിയിട്ട് നമ്മൾ പർട്ടിക്കുലർ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതാണ് ഇൻക്ലൂസീവ് ലാംഗ്വേജിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ മുന്നേ നമ്മൾ ഒരുപാട് റെഫർ ചെയ്തിട്ടുള്ളതാണ്. സോ ഇവിടെ ജോൺ മേരിഡ് നടക്കുന്ന ഒരു മാരേജ് പ്രപ്പോസൽ വഴി എല്ലാ ബാരിയേഴ്സിനെ കുറിച്ചിട്ട് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. സോ ഇതൊന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഇവിടെ ബാരിയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ലാംഗ്വേജ് ബാരിയേഴ്സ് ആണ് ഫസ്റ്റ് വൺ. സോ വെൻ ദ സെൻഡർ ആൻഡ് റിസീവർ ഡു നോട്ട് സ്പീക്ക് ദ സെയിം ലാംഗ്വേജ്, ഇപ്പോൾ സെയിം ലാംഗ്വേജ് അല്ല, സെയിം ഭാഷയല്ല, ഒരേ ഭാഷയല്ല സംസാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഭാഷയുടെ ഒരു തടസ്സം കൊണ്ട് അവിടെ ഒരു ഭാഷ കൊണ്ടുള്ള ഒരു തടസ്സം സൃഷ്ടിക്കപ്പെടാം. സോ പിന്നെ കൾച്ചറൽ ബാരിയേഴ്സ്, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചേഴ്സ് പിന്നെ ആചാര അനുഷ്ഠാനങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് സോ അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഹിന്ദു മതത്തിലെ കൾച്ചറല്ല ഒരിക്കലും മുസ്ലിം മതത്തിൽ വരുന്നത്. അതേപോലെ പല പല മതങ്ങളിൽ പല പല രീതികളും ബോഡി ലാംഗ്വേജും ആയിരിക്കും. പിന്നെ ഫിസിക്കൽ ബാരിയേഴ്സ്, നമ്മുടെ പ്രകൃതിപരമായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ക്രൗഡിൽ നിൽക്കുമ്പോൾ ഉള്ള നോയ്സ്, പിന്നെ ദൂരം, പിന്നെ എക്യുപ്മെൻറ്റ്, നമ്മൾ ഈ ആശയവിനിമയം നടത്താൻ യൂസ് ചെയ്യുന്ന ആ ഒരു ഉപകരണത്തിൻ്റെ ഫോൾട്ടും കാര്യങ്ങളും, അത് കംപ്ലൈൻ്റ് ആണെങ്കിൽ നമ്മുടെ മെസ്സേജിനെ തടസ്സപ്പെടാം. നെക്സ്റ്റ് വൺ നമ്മുടെ ഫിസിക്കൽ ബാരിയർ കഴിഞ്ഞിട്ട് ഇമോഷണൽ ബാരിയേഴ്സ്, അത് നമ്മുടെ സ്ട്രോങ് ഇമോഷൻസ്, പേടി, പിന്നെ ഭയം, ദേഷ്യം, വിശ്വാസക്കുറവ്, ഇതൊക്കെ നമ്മുടെ ആ ഒരു കേൾവിയെയും ആ ഒരു മെസ്സേജ് മനസ്സിലാക്കാനുള്ള ഇതിനെ നമുക്ക് തടസ്സപ്പെടാതെ, നമ്മളൊരു വ്യക്തിയുമായിട്ട് നമുക്ക് ദേഷ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും പേടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ നെഗറ്റീവ് ആയിട്ടായിരിക്കും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. നമുക്ക് ഒരാൾ ദേഷ്യം ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു വ്യക്തിയുടെ ദേഷ്യം ഉണ്ടെങ്കിൽ അവരെന്ത് നല്ല കാര്യം നല്ല മനസ്സോടെ പറഞ്ഞാലും നമ്മളത് ദേഷ്യത്തിലല്ലേ എടുക്കും. സോ അത് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കാതെ ഒരു ബാരിയറായിട്ട് വർക്ക് ചെയ്യും. പിന്നെ പെർസെപ്ഷൻ ബാരിയേഴ്സ്, അതായത് നമ്മുടെ ഈ ഒരു വിശ്വാസങ്ങളുണ്ടല്ലോ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, നമ്മുടെ വിചാരങ്ങളും ചിന്തകളും പിന്നെ അഭിപ്രായങ്ങളും ഐഡിയാസും നമ്മുടെ ഒരു ആശയങ്ങളും തമ്മിലുള്ള തടസ്സങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷനെ ബാധിക്കും. പിന്നെ ആറ്റിറ്റ്യൂഡിനുണ്ട് നമ്മുടെ അതായത് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ്, നേരത്തെ നമ്മൾ ദേഷ്യം മനസ്സിൽ വെച്ചേക്കുന്ന പോലെ ഉണ്ട്. പിന്നെ ബയസസ്, അതായത് രണ്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളും. പിന്നെ അസംഷൻസ്, അതായത് ഒരു പ്രിജുഡൈസ്, നമ്മൾ മുൻകൂട്ടിയുള്ള നിശ്ചയങ്ങളും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ മുൻകൂട്ടി ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ പിന്നെ അവർ എന്ത് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അത് അനലൈസ് ചെയ്യത്തുള്ളൂ. സോ അത് വിജയകരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് ഒരു ബാരിയറായിട്ട് അവിടെ നിൽക്കും. സോ ഈ കെയോസും പിന്നെ പ്രെജുഡൈസൊക്കെ അവിടെ ബാധിക്കും. പിന്നെ സ്റ്റീരിയോ ടൈപ്പിങ്, അതായത് ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇങ്ങനെയാണ് എന്നുള്ളൊരു സ്റ്റീരിയോ ടൈപ്പിംഗ് ഉണ്ടല്ലോ. സോ അത് അവിടെ ഒരു തടസ്സം സംഭവിക്കും. അതായത് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ഓൾറെഡി ഇങ്ങനെയാണെന്ന് നമ്മളൊരു പ്രീ കൺസെപ്ഷൻ വെച്ചേക്കുമ്പോൾ അവർ മുൻകൂട്ടി തന്നെ ഒരു ധാരണ ഇങ്ങനെയാണ്, സ്റ്റീരിയോ ടൈപ്സ് ഇങ്ങനെയാണ്, സൊസൈറ്റി കുറച്ച് സ്റ്റീരിയോ ടൈപ്സ് ഉണ്ടല്ലോ. സോ
അങ്ങനെ വിചാരിച്ചാൽ അത് ബാധിക്കും. പിന്നെ പ്രെജുഡൈസ്, മുൻകൂട്ടിയുള്ളൊരു ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രീ ജഡ്ജ്മെൻറ്റ്, അവരെ നമ്മൾ ട്രൂലി ലിസൺ ചെയ്യാതെ തന്നെ നാം അവരെക്കുറിച്ചൊരു കാഴ്ചപ്പാട് മുൻകൂട്ടി തന്നെ നോട്ട് ചെയ്യുന്നതാണ് പ്രെജുഡൈസ്. പിന്നെ ബിഹേവിയർ ബാരിയേഴ്സ്, പിന്നെ വരുന്നതാണ് ബിഹേവിയറൽ. അതിൻ്റെ അകത്ത് ഇൻഅറ്റൻഷൻ, ഇംപേഷ്യൻസ്, ഡിസ്ട്രാക്ഷൻ, ഡെഫെൻസീവ്നെസ്, ഇത്രയും വരും. എക്സാമ്പിൾ, ഒരു ക്ലാസ് റൂമിൽ തന്നെ ക്ലാസ് നടക്കും, സ്റ്റുഡൻസ് പല ടൈപ്പിലായിരിക്കും. ചിലർ ശ്രദ്ധിച്ചിരിക്കുന്നതായിരിക്കും, അവർക്കത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കും. ഇപ്പോൾ ഒരു ക്ലാസ് തന്നെ നടക്കുകയാണ്, സോ അവിടെ അറ്റൻറ്റീവായിട്ടും ഇന്നറ്റൻറ്റീവായിട്ടുള്ള ആൾക്കാർ കാണും. അറ്റൻറ്റീവായിട്ടുള്ളവർക്ക് അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, ഇന്നറ്റൻറ്റീവായിട്ടുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അവർ വേഗമായിട്ടായിരിക്കും അത് കേൾക്കുന്നത്. അതായത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ നമുക്ക് ആ ക്ലാസ്സിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവില്ല. സോ ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഈ വീഡിയോ സെർച്ച് ചെയ്ത് കാണുന്നത്. അത്ര തന്നെയാണ് മനസ്സിലാക്കിയത്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവില്ല. പിന്നെ ജെൻഡർ ബാരിയേഴ്സ്, അതായത് മിസ്കമ്മ്യൂണിക്കേഷൻ ഫ്രം മെയിൽ ഫീമെയിൽ ഡിഫറൻസസ്, അതായത് ആൺ പെൺ വ്യത്യാസങ്ങളുണ്ടല്ലോ. അപ്പം മെയിൽസ് പൊസസ് ചെയ്യുന്ന വേറെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, ഫീമെയിൽസ് വേറെ ആറ്റിറ്റ്യൂഡ് ആവുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കാണും ഫെമിനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രതിവാദികളും മെയിൽ ഷോവനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അതാണ് ആ ഒരു ഡിഫറൻസ്. പിന്നെ ടെക്നോളജിക്കൽ ബാരിയേഴ്സ്, പ്രോബ്ലംസ് വിത്ത് ടെക്നോളജി മീഡിയംസ് ലൈക്ക് ഇമെയിൽ, വീഡിയോ കോൺഫറൻസിങ്, അത് ഡിസ്റ്റർബ് ചെയ്യാം. അതായത് നമ്മൾ അയക്കുന്ന മെയിൽ പ്രോപ്പറായിട്ട് സെർവ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ, അത് പ്രോപ്പറായിട്ട് സെൻഡ് ആയില്ലെന്നുണ്ടെങ്കിൽ അവരുടെ ബാരിയർ ഉണ്ടാകും. പിന്നെ ഇൻഫർമേഷൻ ഓവർലോഡ്, ടു മച്ച് ഇൻഫർമേഷൻ ക്യാൻ ഓവർവെലം ആൻഡ് കൺഫ്യൂസ് റിസീവർ. ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ സെൻഡ് ചെയ്യുവാണെങ്കിൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളും ഉണ്ടാക്കുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. സോ എല്ലാം ഒന്നുകൂടെ വായിച്ചു നോക്കുക. ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് ഈ ഒരു ക്ലാസ് കേട്ടിട്ട് റീഡ് ചെയ്താൽ മനസ്സിലാവുന്നതായിരിക്കും. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ മെയിനായിട്ടുള്ള കുറച്ച് ഇപ്പം ബൈഹാർട്ട് ചെയ്യാനൊന്നുമില്ല, ബൈഹാർട്ട് ചെയ്തിട്ട് ടൈം കളയേണ്ട ആവശ്യമില്ല. കീവേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്വന്തം ലാംഗ്വേജിൽ സ്വന്തം വേർഡ്സിൽ എഴുതാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള റീക്യാപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുന്ന ടൈമിൽ വായിച്ചു നോക്കുന്നതാണ്. സോ എന്തായാലും നമ്മൾ ഓരോ യൂണിറ്റ്സും വീഡിയോസായിട്ട് ഇടുന്നതാണ്. ഓരോ യൂണിറ്റിൻ്റെയും ഇതേപോലെ ഒരു കോൺവെർസേഷൻ സ്റ്റൈലിലുള്ള ഒരു ക്ലാസ് ആയിരിക്കും. സോ കോൺവെർസേഷണൽ സ്റ്റൈലുള്ളപ്പോൾ നിങ്ങൾക്കും ബോറടിക്കില്ല. പെട്ടെന്ന് അത് നമ്മളൊരു കോൺവെർസേഷൻ, ഇതും ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണല്ലോ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം. സോ അതുവഴി നിങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഞാൻ പാർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും പോർഷൻസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.